ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് വായു ഗുണനിലവാരം വളരെ മോശം അവസ്ഥയിൽ. ഇന്ന് രാവിലെ 7 മണി വരെയുള്ള കണക്ക് പ്രകാരം ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക അഥവാ AQI 347 ആണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വാസിർപൂർ, ഭവാന, ജഹാംഗീർപുരി എന്നിവിടങ്ങളിൽ വായു ഗുണനിലവാര സൂചിക വളരെ ഗുരുതരാവസ്ഥയിലാണ്. ചൊവ്വാഴ്ചത്തെ ഇന്ത്യ ഗേറ്റ് പരിസരത്തുള്ള വായു ഗുണനിലവാര സൂചിക 342 ആണ്. ഡൽഹിയിലെ തിങ്കളാഴ്ചത്തെ 24 മണിക്കൂറിലെ ശരാശരി വായു ഗുണനിലവാര സൂചിക 345 ആണ്. 38 നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരം അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കാണിതെന്ന് CPCB അറിയിച്ചു. ദീപാവലി ആഘോഷങ്ങൾക്കിടയിലും ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക വളരെ മോശം അവസ്ഥയിലായിരുന്നു. അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ ഹരിത പടക്കങ്ങളുടെ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും ഇത്തവണ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. മോശമായ അളവിലുള്ള വായു ഗുണനിലവാര സൂചിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. 0-നും 50-നും ഇടയ്ക്കുള്ള വായു ഗുണനിലവാര സൂചികയാണ് നല്ലതായി കണക്കാക്കപ്പെടുന്നത്. 51 മുതൽ 100 വരെ തൃപ്തികരവും 301 മുതൽ 400 വരെയുള്ളത് വളരെ മോശവുമാണ്. 401-നും 500-നും ഇടയിലുള്ള വായു ഗുണനിലവാര സൂചികയാണ് ഗുരുതരമായി കണക്കാക്കപ്പെടുന്നത്. അതേസമയം വായു മലിനീകരണം രൂക്ഷമായതോടെ ഡൽഹി NCR മേഖലയിൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ 2ാം ഘട്ടം ഞായറാഴ്ച പ്രാബല്യത്തിൽ വന്നു. ഒക്ടോബർ 14-ന് പ്രാബല്യത്തിൽ വന്ന 1ാം ഘട്ടത്തിന് പുറമെയാണിത്. GRAPയുടെ 2ാം ഘട്ടത്തിൽ റോഡുകളിൽ പൊടി നിയന്ത്രിക്കുന്നതിനായി വാക്യൂം സ്വീപ്പിംഗ് അടക്കമുള്ള നടപടികളാണ് സ്വീകരിക്കുക. ഇലക്ട്രിക് ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം മെട്രോ നടത്തുന്നതിന് സർവീസുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കും.